വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഇന്ന് രാവിലെ നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അടുത്ത് മുണ്ടേല എന്നൊരു സ്ഥലത്താണ്. വേറെ ആരുമല്ല, കുട്ടി അഖിലിന്റെ ഒപ്പമാണ്. അഖിലിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അഖിൽ ഞങ്ങളിങ്ങനെ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോ നല്ല സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ രാവിലേക്ക് ഇതുവരെ നടക്കണം ആദ്യമായിട്ടാ. കാണ് രാവിലത്തെ ഭംഗിയൊക്കെ കാണും. ഈ അഖിലിന്റെ വീടിന് മുന്നിൽ നല്ലൊരു കൃഷിയിടമൊക്കെ ഉണ്ട്. ഒരുപാട് ചീര, പടവലം, പയറ്, എന്താ പറയാ, മരച്ചീനി, ഇത്തരം കുറെ കൃഷി. ഈ പടവലക്കൊക്കെ ഇത്ര നീളം ഉണ്ടായിരുന്ന ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നല്ലേ. കാറെടുത്തിട്ട് പോകുമ്പോ നേരെ പോകുന്നല്ലാണ്ട് രണ്ടു വശത്തേക്ക് നോട്ടമില്ല. ഇതുവഴി അല്ലല്ല, ഞാൻ കാണും, പക്ഷെ ഞാൻ ഇത്ര അടുത്തു നിന്ന് ഇപ്പോഴേക്കാ നോക്കണേ. രണ്ടെണ്ണുണ്ട്. ഇവിടെ മൊത്തം ഉണ്ടായിരുന്നുണ്ടോ? ഇപ്പം ഇത് കഴിഞ്ഞാണ്, ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ബിഗ് ബോസിലെ കാര്യങ്ങളാണ്. അപ്പം ബിഗ് ബോസിലെ ആ ലോകം, അതില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നത് ഗോസിപ്പാണ് പുറത്തു വരുന്ന സാധനം. നൈസ് അല്ലേ? സൂപ്പർ അല്ലേ ഗോസിപ്പ്? അത് വേറെ കാര്യണ്ടേ, ഈ എന്റെ അടുത്ത് ആദ്യമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതെന്ത് സംഭവം, ഞാനൊക്കെ മുന്നേ ഈ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ഇത് കേട്ടിട്ടുള്ളൂ. എനിക്ക് ഗോസിപ്പോ പക്ഷെ ഒരു കണക്കിന് നമ്മളെ അതിപ്പോഴും വരും കേട്ടോ, ഇപ്പോഴും ആ ന്യൂസൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരു കണക്കിന് ഞാൻ നോക്കുമ്പോഴേ നമുക്ക് കാശ് ചെലവില്ലാതൊരു പബ്ലിസിറ്റി അതുവഴി പോകുന്നില്ലേ, അതൊക്കെ ഇതൊക്കെ ആരെ മെയിൻ ചെയ്യും. ഈ അല്ല വീട്ടില് ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പിന്നെ സുചിത്രയും പിന്നെ അതല്ല മലൈക്കോട്ടെ വാലപ്പ് കണ്ടിരുന്നല്ലോ. ഇല്ലല്ലേ, കാണണം. ഞാൻ കണ്ടില്ല, കാണാൻ പറ്റില്ല, ഞാൻ ഷൂട്ടിലായിരുന്നു. നല്ല പെർഫോമൻസ് തന്നെ. അപ്പൊ ഈ സുചിത്രയും പിന്നെ അഖിലിന്റെയും ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ പരസ്പരം എങ്ങനെയാ ഷെയർ ചെയ്തിട്ടുണ്ട്? ആദ്യം ഇറങ്ങുന്ന സമയത്ത് അതായത് അവളിത് നേരത്തെ അറിഞ്ഞല്ലോ ഈ ന്യൂസ്, എനിക്ക് മുന്നേ ഔട്ടായില്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞാണല്ലോ ഇറങ്ങി വന്നത്. ഞാൻ ഇറങ്ങി വന്നപ്പോ ഇങ്ങനെ ഇതുണ്ട്, ന്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാനും സൂരജും അവളും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഓൾറെഡി ഇട്ടേക്കുന്ന നമുക്കൊരു പേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ, സുഖിലെന്ന്. എന്റെ ഇതിൽ സുഖിലെന്ന് പറഞ്ഞാൽ സൂരജ്, സുചിത്ര, അഖിൽ, അതാണ് എന്റെ സുഖിൽ. അപ്പൊ ഞാൻ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടെങ്ങനെ പേരും അതാ, സുഖിൽ ഫാമിലി, അങ്ങനെയാണ് ഇട്ടേക്കണ ഗ്രൂപ്പ്. ഞങ്ങൾ ഈ ന്യൂസൊക്കെ ഇതിനകത്ത് ഇടണേ, ഗ്രൂപ്പിലിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടി ചിരിക്കും. ഞങ്ങൾ അത് നമ്മളെന്താ അറിയോ, ഞാൻ മുന്നേ വേറെ ആരോ പറഞ്ഞു കേട്ടാ, ഇപ്പൊ നമ്മളിപ്പോ വഴിയെ നടന്നു പോന്നു, അപ്പൊ നമ്മള് ഒരു വട്ടപ്പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളെ വട്ടപ്പേര് വിളിക്കുകയാണ്, എടാ അല്ലെങ്കിൽ എടാ മറ്റേ എന്തെങ്കിലും ഒരു പേര് വിളിക്കുന്നു. അപ്പൊ നമ്മൾ തിരിഞ്ഞിട്ട് അവനെ നോക്കിയിട്ട് എന്താ എന്നാ പേര് വിളിച്ചത് എന്ന് പറയുമ്പോഴാണ് അവൻ സുഖം ആയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ വട്ടപ്പേര് വിളിക്കുമോ ഇങ്ങനെ കാണിച്ചിട്ട് അവൻ വിചാരിക്കും ഞാൻ വിളിച്ചത് വേസ്റ്റ് ആയിപ്പോയല്ലോ. എന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് കാര്യം. അത് ചിലപ്പോ കിട്ടിയത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഈ നേരെ പൊട്ടിമുളച്ച് ബിഗ് ബോസ് വീണ ആൾക്കാരല്ല. എന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസ് കുറവാണെങ്കിലും കുറച്ചു കാലം അങ്ങനെ ഭീകര ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഉത്സവപ്പറമ്പിലും മിമിക്രിയും പരിപാടിയാണല്ലോ. അവിടെ നമ്മളൊരു പരിപാടി ചെയ്ത് അതിന്റെ ലൈവ് റിയാക്ഷൻ അവിടെ നിന്ന് കണ്ട് ചിലപ്പോൾ കൊള്ളൂല എന്ന് പറയും, കൊള്ളുവോ എന്ന് പറയും, ചിലപ്പോൾ പോകുമ്പോൾ എന്ത് പരിപാടി എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരെ കണ്ടു വളർന്നവരാണ്. അപ്പൊ ഇതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ചിരിയാണ് തന്നെ ഇത് കാണുമ്പോൾ. പിന്നെ അതുപോലെ നെഗറ്റീവ് കമന്റ്സ് ആ സമയത്തൊക്കെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എന്ത് പോസ്റ്റിട്ടാലും അതിന്റെ താഴെ കുറെ നെഗറ്റീവ് കമന്റ്സ്, പല ഫാൻസിന്റെ പല ആൾക്കാരുടെ ഫാൻസ് ഉണ്ടല്ലോ. ഞാൻ ഇതൊക്കെ ഞാൻ ഒന്ന് കമന്റ് സെക്ഷൻ നോക്കാറില്ല. കമന്റ് സെക്ഷൻ അഥവാ എന്തിനെങ്കിലും നോക്കിയാൽ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് ചിരി വരും. അപ്പൊ എന്റെ അടുത്ത് ഇതുപോലെ ഇന്റർവ്യൂവിന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ എന്ത് തോന്നുന്നു. ഞാനിതാ പറഞ്ഞു, എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് റിയാക്ട് ചെയ്യാം. ഡയറക്റ്റ് പറയുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് പോകും. ഈ ഇരുന്ന് ചുമ്മാ അവരുടെ നെറ്റിന്റെ എംപിയും കളഞ്ഞ് ചുമ്മാ കുറെ തെറിയിടുക, ഇതിടുക, പിന്നെ കുറെ ഫേക്ക് ഐഡി ഉണ്ടാക്കി വെച്ചുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഇടയ്ക്ക് അതും വേറെ ആരോ പറഞ്ഞാട്ടെ, എന്റേതല്ല, ആരോ ഒരു ഇന്റർവ്യൂ നമ്മളെ ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ആരോ പറഞ്ഞു. അതായത് ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒരാളിടില്ലേ, നെഗറ്റീവ് കമന്റ് നമുക്ക് ഇടുമ്പോ അയാൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കില്ല അല്ലേ? അത് ഇത് ആരാ പറഞ്ഞെന്ന് വിട്ടുപോയി. അത്രേ ഉള്ളൂ എന്റെ കാര്യം. അല്ല, നിങ്ങൾ ഒരുപാട് തവണ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒരുപാട് കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കല്യാണ ഡേറ്റ്, എൻഗേജ്മെന്റ് കുറെ വട്ടം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞായി, അങ്ങനെ ഒരാളെ തന്നെ പലവട്ടം കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞായത് കിടിലൻ ന്യൂസാ. ഞങ്ങള് മൂകാംബിയെ പോയി ഞങ്ങൾ എല്ലാരുമായിട്ട്. എന്നിട്ട് ഞാനും സൂരജും സുചിത്രയുമായിട്ട് മൂകാംബിയുടെ കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എന്റെ ഇൻസ്റ്റയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതിട്ടു, എനിക്കറിയാം ഇത് ഇടുമ്പോഴേ. ഞാൻ വെറുതെ ഇത് ഞാൻ അവരോട് ചോദിച്ചു പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു.
അപ്പൊ അവര് പറഞ്ഞു പോസ്റ്റ് ചെയ്തോ, പക്ഷെ ന്യൂസ് ആവും. അപ്പം അവര് പറഞ്ഞു എന്താ ന്യൂസ് ആവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞ ന്യൂസ് ആവുന്നു, പക്ഷെ ന്യൂസായി. ഇത് ന്യൂസായത് ഇങ്ങനെയായിരുന്നു, സുചിത്രയുമെങ്കിലും മകനൊപ്പം സൂരജ് കണ്ടിട്ടാണോ മൂകാംബികയിൽ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഞാന് എന്റെ അടുത്ത് ആലോചിച്ച് ആ സമയത്ത് ഏതോ മീഡിയാസിന്റെ ആൾക്കാർ വിളിച്ചിട്ട് അഖിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നു, നിങ്ങളുടെ ഇതാണ്. ഞാൻ പറഞ്ഞു സുഹൃത്തെ അത് വായിച്ചായിരുന്നു, താഴേക്കുന്ന സൂരജാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കല്യാണം കഴിഞ്ഞ ഉടനെ 27 വയസ്സുള്ള മകനെ ഉണ്ടാക്കാൻ ഞാൻ മജീഷ്യനൊന്നും അല്ല. അല്ലാതെ അവൻ 27 സൂരജിന് ഇപ്പൊ 28 വയസ്സ് വരും. അപ്പൊ ആരും ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ 27 വയസ്സുള്ള മകനുണ്ടാവോ? എനിക്കാണ്. അയ്യോ അത് കൊള്ളാം. ഇന്നത്തെ ഈ മീഡിയ എന്ന് പറയുമ്പോഴല്ലോ ഞങ്ങളും ഇതിനകത്ത് പെട്ടുപോവാ. അല്ല എന്തറിയാമോ, 2 ടൈപ്പ് ഓഫ് മീഡിയ. അതാണ് ഒരു വ്യക്തത. എല്ലാരും പലപ്പോഴും ആക്ഷേപിക്കും. അപ്പൊ അതായത് മീഡിയാസ് 2 ഉണ്ട്. ഒന്ന് നോർമലി ജെന്യൂൻ ആയിട്ടുള്ള വാർത്തകൾ വിടുക, അതൊരു സെക്ഷൻ, നിങ്ങൾ ഉൾപ്പെടുന്ന ഇത്. സെക്കൻഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പണ്ടുപോലെ പറയുന്നത് മലയാളിയുടെ ഇതാണല്ലോ, അപ്പുറത്ത് ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ എത്തി നോക്കുമല്ലോ, അവിടെ ഇവിടെ കറണ്ട് ഇല്ലെങ്കിലാണ് നമുക്ക് സമാധാനം വരുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വാർത്തകൾ അറിയാൻ നെഗറ്റീവ് ന്യൂസുകൾ മാത്രം ഇടുന്ന മീഡിയാസും ഉണ്ട്. പക്ഷെ അത് അവര് തെറ്റൊന്നുമല്ല, അവർക്ക് അതിൽ നിന്ന് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, അവർക്ക് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പിന്നെ അവരൊന്നും കുറ്റം പറയുന്നില്ല, ജീവിക്കണം. ഓക്കെ. ഈ ഏറ്റവും സൗഹൃദം ബിഗ് ബോസ് ആ വേൾഡില് ആ ഫാമിലിയില് സുചിത്ര, പിന്നെ വേറെ ആയിരുന്നു സൂരജും നിങ്ങളായിരുന്നു ഒരു സംഘം അല്ലെ? നമ്മളായിരുന്നു. പിന്നെ ഇപ്പൊ പുറത്ത് നമ്മളിപ്പോ ഇറങ്ങിയതിനു ശേഷം നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ആക്റ്റീവാണ് ആ സീസണിന്റെ, നമ്മുടെ സീസണിന്റെ. പിന്നെ നമ്മൾ ടച്ചിലുള്ളത് സൂരജ്, സുചിത്ര, ധന്യ, ശാലിനി, പിന്നെ അങ്ങനെ നവീൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ടച്ച് ഉണ്ട്. എപ്പോഴും വിളിക്കാറുള്ളത് സൂരജും സുചിത്രയും ധന്യൊക്കെയാണ്. പിന്നെ തോറ്റല്ലോ തോന്നി ആരെങ്കിലും ഉണ്ടായിരുന്നു അതിനകത്തോ? എനിക്കറിയാം എന്താണ് ചോദിക്കാൻ ആളുടെ മനസ്സിലായി. അപ്പൊ എന്തറിയോ, നമ്മൾ ചുമ്മാ ആ പുള്ളിക്കാരനെ കുറിച്ച് ഞാനും പുള്ളി തമ്മിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അയാളുടെ ലൈഫ് അയാൾ സന്തോഷമായിട്ട് അയാൾ ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മൾ എവിടെയെങ്കിലും ചുമ്മാ പുള്ളിയെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ഞാൻ പുള്ളിക്കോ പുള്ളി എനിക്കോ ദോഷമോ കാര്യങ്ങൾ കോണ്ടാക്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വെറുതെ അയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അയാൾ ഹാപ്പി ആയിട്ട് പോകുന്നു, നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ജിൽ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു തീരുമാനമുണ്ടോ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ? സിനിമ ആണോ, അല്ലെങ്കിൽ ഈ സ്റ്റേജ് സജീവമാക്കാനുള്ള ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വല്ലോ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുള്ള ആലോചനയുണ്ടോ? ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം കുറെ സിനിമകൾ ചെയ്യണം, സിനിമകളിൽ അഭിനയിക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. കുറച്ച് സിനിമകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് പറയുമോ? ഇപ്പൊ റിലീസ് ആകുമ്പോൾ ആനന്ദപുരം ഡയറീസ്. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത് ആനന്ദപുരം ഡയറീസ് 1-ാം തീയതി റിലീസ് ആവും, മാർച്ച് 1-ന്. പിന്നെ ഷൂട്ട് ഇപ്പൊ ഫുള്ള് കഴിഞ്ഞത് അൽത്താഫ് സലീമും അനാർക്കലി മരക്കാറും ലീഡ്, ഗണപതി, ജാഫർക്ക, ഞാന്, അജയ് വാസുദേവേട്ടൻ, ലാൽജോ സാറുണ്ട്, ജിയോ ബേബി സാറുണ്ട്, വിനീത് തട്ടിലേട്ടൻ, വിനീതേട്ടൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുണ്ട്. കുറെ പേരുള്ള ഒരു പടമാണ് ഇപ്പൊ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞത്. അത് പടത്തിന് പേരെനിക്കറിയാം, പക്ഷെ പടത്തിന് പേര് അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്തതിനു ശേഷം പറയാം. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതും പടത്തിന് പേരിട്ടിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീനാഥ് ബാസി, ഭാവന, ഉർവശി ചേച്ചി, പ്രിയ വാര്യർ, അങ്ങനെ ഒരു ഇതുള്ള പടം. അത് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് തിരക്കേറിയതാകുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറെ നാൾക്ക് ശേഷം തിരക്കായത് ഈ ജനുവരി ഫുള്ള് കഴിഞ്ഞപ്പോഴാണ്. അതായത് അത് ന്യൂ ഇയർ കഴിഞ്ഞ് ജനുവരി 3 മുതൽ ഈ മാസം 5-ാം തീയതി വരെ ഈ പടത്തിന്റെ ഷൂട്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം കണ്ടാ ഞാൻ വീട്ടിൽ വന്നോളൂ. ബാക്കി ഫുള്ള് നൈറ്റ് ഷൂട്ടായിരുന്നു. വൈകുന്നേരം 6 to രാവിലെ 6 അങ്ങനെയായിരുന്നു ഷൂട്ട്. നോക്കിയല്ലോ, നോക്കാം. ഇവിടെ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടാ യാതൊരു ഫസ്റ്റ് ടൈം കണ്ട. നമ്മൾ ചിലർ വരണം പിന്നെ ഇത്തരത്തിൽ വഴികളൊക്കെ കണ്ടെത്തണമെങ്കിൽ. അപ്പൊ എന്തായാലും അഖില് ഈ കാണാത്ത വഴിയിലൊക്കെ കാണട്ടെ. ഞാനൊരു വേറെ സംഭവം ഉണ്ടേ, കയറി ചെല്ലുമ്പോ മാമൻ ഓടിക്കുമെന്തോ, ആരാ ക്യാമറയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പറയണെന്ന് ചോദിച്ചിട്ടല്ലേ. അപ്പൊ എന്നാലും നമ്മൾ ഈ നടക്കുന്നതിനിടയിൽ ഞാൻ ഒരു മയിലിന്റെ കാണിച്ചിട്ട് വരാം. മയില് ഇവിടെയല്ല, മയില് വേറെ മയിലിന്റെ ഒരു കഥ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചിട്ട് വരാമെന്ന്. വേറെ ഇല്ലല്ല, അയ്യോ
അറിയാതെ വേറെ സംഭവം വന്നു. ഒന്നുമില്ല, മാച്ചേക്ക്. വേറൊരു ഇതിന്റെ കാഴ്ച കാണിക്കുന്നത് ഞാൻ പെട്ടെന്ന് വേറെ വിചാരിച്ചേ. ആണല്ലേ? നിങ്ങൾ പറഞ്ഞു. ഓക്കെ, പാക്കേജ് പോകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. അതായത് ഈ നമ്മളെ ഈ കടുവ, സിംഹം, പുലി ഇതൊക്കെയാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ള പിന്നെ മൃഗങ്ങൾ എന്നൊക്കെ നമ്മൾ കരുതില്ലേ? പക്ഷെ അങ്ങനെയല്ല. മയിലിനെ പോലെ അപകടകാരിയായിട്ടുള്ള ചില സമയത്ത് പർട്ടിക്കുലർ ടൈം ഉണ്ട് കേട്ടോ. ആ സമയത്ത് മയിലിനെ പോലെ അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു എന്താ പറയുക ജീവി ഇല്ല എന്നുള്ളതൊക്കെയാണ് ഈ വന്യജീവി ഗവേഷണം നടത്തുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ഡിജിറ്റൽ ടീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിനുശേഷം നമ്മൾ തിരികെ എത്തും കുട്ടിയകിലിന്റെ കൂടുതൽ വിശേഷങ്ങളായി.